നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം 1 കപ്പ് റവ ഞാനിവിടെ എടുക്കുന്നുണ്ട്. ആ റവ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് കടുകും ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ട് ചൂടാക്കുന്നുണ്ട്. കടുക് പൊട്ടുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെജിറ്റബിൾ, നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾ ഉണ്ടോ അതൊക്കെ യൂസ് ചെയ്യുക. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കവും വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസുമാണ് ചേർക്കുന്നത്. ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് വാടി വരുന്ന ആ ഒരു ടൈമിൽ കുറച്ച് ഇഞ്ചിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണുള്ളതെങ്കിൽ ഒരു പിഞ്ചിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം പിന്നെ ഈ വെജിറ്റബിളൊക്കെ ജസ്റ്റ് നല്ല രീതിക്കൊന്ന് വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1.25 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഉപ്പുമാവ് കട്ട പിടിച്ച് പോകും. 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കണം. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുത്ത ഉടനെ നല്ല രീതിക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങുക. മിക്സ് ചെയ്ത് നല്ല രീതിക്ക് വെജിറ്റബിളും റവയായിട്ട് നല്ല രീതിക്ക് യോജിപ്പിച്ച ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നല്ല രീതിക്ക് നെയ്യ് എല്ലായിടത്തും ആവുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.